നമ്മുടെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫൈനലി നല്ല അടിപൊളിയായിട്ടാണല്ലോ നമ്മുടെ കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മുടെ ഹൈസം വ്ലോഗിന്റെ മറ്റൊരു പുതിയ ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന നമ്മുടെ ഈ വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ തിരൂര് ചമ്രവട്ടത്തുള്ള റാഫി സാബിറ ദമ്പതികളുടെ വീടാണ്. വളരെ മനോഹരമായ രീതിയിൽ തന്നെ എക്സ്റ്റീരിയറും അതിലേറെ ഒത്തിരി ഭംഗിയായിട്ട് തന്നെ ഇന്റീരിയറും ചെയ്ത ഈ വീട് വന്നിട്ട് ഏകദേശം 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പൊ നമ്മുടെ ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നോക്കില്ലേ. അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്. ഏകദേശം 5.25 സെന്റ് സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഈ വീട് പണിതിട്ടുള്ളത്. ഈ ഒരു പ്ലോട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ വീതി കുറഞ്ഞിട്ട് കുറച്ച് നീളത്തിലാണ് കേട്ടോ വരുന്നത്. ആ ഒരു സ്പേസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ ഈ വീട് പണിതിട്ടുള്ളത്. ഇനി നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗമൊക്കെ നോക്കുകയാണെങ്കിലേ നമ്മൾ കയറി വരുമ്പോഴന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കിളിക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പൊ എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നിയില്ല എന്നുണ്ടെങ്കിലും ഇല്ലേ, ഞങ്ങൾ വീഡിയോ എടുത്ത് കഴിയോളം നമ്മുടെ ആ കിളികളുടെ ആ ഒരു ചില ഇങ്ങനെ നല്ലോണം അകത്തേക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നേ. അത് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഇടക്കൊക്കെ മനസ്സിലാവും കേട്ടോ. ഇനിയിപ്പോ ഇവിടെ മുറ്റൊക്കെ വരുന്നുണ്ട്. മുറ്റത്തായിട്ട് നാച്ചുറൽ സ്റ്റോൺ ആണ് കേട്ടോ ലാൻഡ്സ്കേപ്പിങ്ങിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അല്ലേ ഭയങ്കര വലിയ മുറ്റൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിലും ഉള്ള ആ ഒരു സ്പേസ് നല്ല മാക്സിമം ക്രിയേറ്റീവ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നാച്ചുറൽ പ്ലാന്റ്സ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നാച്ചുറൽ ഗ്രാസ് വരുന്നുണ്ട്. കൂടാതെ ആ ഒരു പാസേജിന്റെ ഭാഗത്ത് ഇതുപോലെ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ഒത്തിരി ഭംഗിയിലാണ് കേട്ടോ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവിടുത്തെ ആ ഒരു കോമ്പൗണ്ട് വാളും വീടിനോട് മാച്ച് ആവുന്ന തരത്തിൽ ഒത്തിരി അടിപൊളിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ഒരു കോർണറിലേക്ക് വരുമ്പോൾ ഇവിടെ ഉള്ളത് ഈ ഒരു പാസേജിന്റെ ഒരു കുഞ്ഞു പോർഷൻ വരുന്നുള്ളൂ. അവിടെയും ഈ ഒരു പെബിൾസും സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിത് നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോൾ ഈ ഒരു മെയിൻ ആയിട്ടുള്ള വോളിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സിമെന്റ് ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ കൊടുത്തിട്ടാണ് കേട്ടോ. ആ വോളിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. കൂടാതെ അവിടെ ആയിട്ട് തന്നെ ഒരു കുഞ്ഞു ഗാർഡൻ സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. കൂടാതെ ഇനിയിപ്പോൾ അവിടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു റൂമിൽ നിന്നാണ് കേട്ടോ ഇവിടേക്ക് ബാൽക്കണീന്റെ ആ ഒരു സെറ്റിംഗ്സ് വന്നിട്ടുള്ളത്. അതൊക്കെ നമുക്ക് മുകളിൽ എത്തുമ്പോൾ കാണാം. ആ ഒരു ഭാഗത്ത് എൻഡിലായിട്ട് ജിഐയിൽ റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് എക്സ്റ്റീരിയറിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിലാണ് കേട്ടോ ആ ഒരു ഭാഗമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പുറത്തുനിന്നുള്ള ആ ഒരു കാഴ്ച മാത്രമല്ല, ബാൽക്കണിയും കിഡിലൻ ആംബിയൻസിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിൽ ഇതുപോലെ ഒരു കുഞ്ഞു ബോക്സ് ടൈപ്പ് കണക്കിനാണ് കേട്ടോ സിറ്റ് ഔട്ടിന്റെ ആ ഒരു ഡിസൈൻ വരുന്നത്. ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒത്തിരി ഭംഗിയിൽ തന്നെ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റെപ്പിലായിട്ടും നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ഫ്ലോറിലായിട്ടും നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. അത് രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. 250-180 സൈസിൽ വരുന്ന നമ്മുടെ ഈ ഒരു സിറ്റ് ഔട്ടിലായിട്ട് ഇവിടെ ഇരിക്കാനായിട്ട് 2 വുഡിന്റെ ചെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ബാക്ക് വോളിലായിട്ട് നോക്കിയാൽ ഒരു ഡബിൾ ഡോർ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ആ ഒരു വോള് മൊത്തത്തിൽ ഇതുപോലെ ഒരു വുഡൻ തീമിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ സീലിംഗിലായിട്ട് 2 വശത്തായിട്ട് 2 സിലിണ്ടർ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ തേക്കിന്റെ വുഡിലാണ് കേട്ടോ ഡോർ ചെയ്തിട്ടുള്ളത്. നല്ല സ്റ്റാൻഡേർഡ് ഡിസൈനിലാണ് കേട്ടോ ഡോർ വരുന്നത്. ഇതുപോലെ വുഡിന്റെ വലിയൊരു ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലായിട്ട് അറബി കാലിഗ്രാഫിയും വരുന്നുണ്ട്. അകത്തേക്ക് നമ്മൾ കയറി വരുമ്പോഴേ ആദ്യം എത്തുന്നത് വളരെ മിനിമൽ ആയിട്ട് ഉള്ള ഒരു സ്പേസിൽ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ. 300-360 സൈസിലാണ് കേട്ടോ ഈ ലിവിംഗ് ഏരിയ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ സ്പേസിൽ എൽ ഷേപ്പിലായിട്ടാണ് കേട്ടോ സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു
പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു സോഫ സീറ്റർ തന്നെയാണ് കേട്ടോ ഇത്. ഇവിടുത്തെ വിൻഡോയിലായിട്ട് നോക്കുകയാണെങ്കിൽ റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. അവിടുത്തെ വോളിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിലും നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള വോൾ ഫ്രെയിംസും ലൈറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഡൈനിങ്ങിനെയും ആ ഒരു സ്റ്റെയറിനൊക്കെ പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഒരു പാർട്ടീഷൻ ബോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വുഡൻ തീമിൽ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിലായിട്ട് സിമ്പിൾ ആയിട്ട് TV അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഡ്രോയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പാർട്ടീഷൻ വോൾ വന്നിട്ട് മൾട്ടി വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ സീലിംഗിലായിട്ട് നമ്മൾ എക്സ്റ്റീരിയറിൽ കണ്ടില്ലേ ആ ഒരു സിമന്റ് ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിലായിട്ട് സിലിണ്ടർ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ സ്റ്റെയർ വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്ത് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല പണികളിന്റെ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ മുകളിൽ വില്ലേജ് ക്ലോക്കും വരുന്നുണ്ട്. ഇവിടെ ഫ്ലോറിലൊക്കെ ആയിട്ട് മാർബിൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 423 530 സൈസിലാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് ഹാള് വരുന്നത്. ഇനിയിപ്പോ നമ്മുടെ സ്റ്റെയറിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒത്തിരി ഭംഗിയിലാണ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏകദേശം 30,000 വില വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ടേബിളിന്. കൂടാതെ ചെയർ വന്നിട്ട് ഒരെണ്ണത്തിന് 4,000 രൂപയും വരുന്നുണ്ട്. കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ ഇത്. ഒത്തിരി ക്വാളിറ്റിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് മുകളിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. കൂടാതെ നമ്മുടെ ഡൈനിങ്ങിലെ ഷോവാളിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമ്മുടെ സിമന്റ് ടെക്സ്ചർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്യൂട്ട് ആയിട്ടുള്ള അക്വേറിയാണ് കേട്ടോ. നമ്മുടെ ഈ ഡൈനിങ്ങിലെ മറ്റൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സീലിംഗ് ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ വരുന്നത്. അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് മുകളിൽ നിന്ന് കാണാട്ടാ. ഇനിയിപ്പോ നമ്മൾ അവിടുന്ന് നമ്മുടെ ഫോയറിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ ബെഡ്റൂംസിലെ ഈ 2 വശത്തായിട്ടാണല്ലോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന്റെ ആ ഒരു പാസേജിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വുഡൻ തീമിൽ ചെയ്തിട്ടുണ്ട്. ഈ വുഡ് വന്നിട്ട് പനയാണ് കേട്ടാ. പിന്നെ നമ്മുടെ ഈ വീട് ഇത്രയും മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്റ്റുഡിയോ വരമനയാണ് കേട്ടാ. കാണുമ്പോഴാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും കോൺടാക്ട് ചെയ്ത് നോക്കിക്കോളും. നമ്മൾ സ്ക്രീനിൽ നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ടേ. നമ്മുടെ ആ ഒരു ഫോയറിൽ ഇതേ സീലിംഗിലായിട്ടും കറക്റ്റ് ആ ഒരു പനന്റെ ഡിസൈനിലൊക്കെ മൾട്ടിവുഡിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. കൂടാതെ സിലിണ്ടർ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇടക്കായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ വന്ന് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാക്സിമം സ്പേസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് കേട്ടോ ഓരോ ഭാഗവും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മുടെ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ വാഷ് ഏരിയ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് പ്രയർ ഹോളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഒത്തിരി മനോഹരമായിട്ടാണ് കേട്ടോ നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ബാക്ക് വോളിലായിട്ട് ഇതാ നല്ല ഭംഗിയിൽ വരുന്ന പ്രിന്റഡ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നടുക്കായിട്ട് ഇതാ ഇതുപോലെ വലിയൊരു സർക്കിൾ മിറർ വരുന്നുണ്ട്. അതിനൊരു വുഡൻ ഫ്രെയിം വന്നുകൊണ്ട് തന്നെ നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ കാണാൻ. കൂടാതെ ബാക്കിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ വാഷ് ബേസും വന്നിട്ട് നല്ല ക്വാളിറ്റിയിൽ വരുന്ന വാഷ് ബേസൺ ആണ് കേട്ടോ. താഴെ ആയിട്ട് ഇതുപോലെ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളിതേ നമ്മുടെ പ്രെയർ ഹോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 150-200 സൈസിലാണ് കേട്ടോ വരുന്നത്. ഒരു കിഡിലൻ ആംബിയൻസിൽ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രെയർ ഹാൾ ആണ് കേട്ടോ ഇത്. ആ ഒരു മെയിൻ വോളിൽ നോക്കിയാൽ നല്ല ഭംഗിയിലല്ലേ അത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സൗകര്യവും വരുന്നുണ്ട്. നമ്മളിത് ഇനി കറക്റ്റ് പറയുകയാണെങ്കിൽ ഇതാ നമ്മുടെ ഡൈനിങ്ങിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് കേട്ടോ. അവിടെ ഈ എൻട്രൻസിന്റെ ഈ ഒരു കോർണറിലായിട്ട് നല്ല ഭംഗിയിൽ ഒരു ഹെൽത്തി പ്ലാന്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 300-360 സൈസിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം നിങ്ങൾ കണ്ടില്ലേ, ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ബെഡ്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കോട്ടിന്റെ ആ ഒരു ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗം വോളിൽ ഫിക്സ്ഡ് ആണ് കേട്ടോ. കൂടാതെ ഒരു ലൂവേഴ്സ് ഡിസൈൻ ആണ് കേട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ബാക്ക് വോളിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ നല്ല അടിപൊളിയായിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡിൽ ടെക്സ്ചർ പെയിന്റ് ഡിസൈനും കൂടാതെ ആ വോളിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോൾ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കോട്ടിന് സൈഡിലായിട്ട് തന്നെ ഒരു കുഞ്ഞു സൈഡ് ടേബിൾ വരുന്നുണ്ട്. ആ ഭാഗത്ത് ഒരു വിൻഡോ കാണാം കേട്ടോ. അതിലായിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. കൂടാതെ അവിടുന്ന് ആ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ മിറർ ഇവിടെ
വളരെ സിമ്പിൾ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു വുഡൻ ഫ്രെയിം കൊടുത്തതുകൊണ്ട് തന്നെ നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. റോമൻ ലൈൻസ് ആണ് ഈ കർട്ടൻസ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ ഒരു ബേ വിൻഡോ കൺസെപ്റ്റ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരു കുഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ താഴെ ഇതുപോലെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു കോർണറിലായിട്ട് തന്നെ ഒരു ഡബിൾ ഡോർ വാർഡ്രോബ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഹൈറ്റ് ഒക്കെ വരുന്ന സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ആയിട്ട് തന്നെ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സീലിംഗ് വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അവിടെ നമ്മുടെ ആ ഒരു കോർണറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ബാത്റൂമിലേക്ക് വരുമ്പോ 150-180 സൈസിലാണ് കേട്ടോ വരുന്നത്. ഇത് നമ്മുടെ ബാത്റൂം ഇതുപോലെ ഫുൾ ആയിട്ട് വൈറ്റ് കളറിൽ നല്ല സ്പേസ് തോന്നിക്കുന്നുണ്ട് കേട്ടോ. സംഭവം ഇതൊരു മിനിമം സ്പേസിലാണ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വൈറ്റ് കളർ കൊടുത്തതുകൊണ്ട് തന്നെ നല്ല സ്പീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇതുപോലെ വാഷേരിന്റെ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. കൂടാതെ ഈ ഒരു പാസേജില് ഇവിടെ ആയിട്ട് ഒത്തിരി ഷോക്കേസിനൊക്കെ പറ്റിയ രീതിക്ക് വലിയൊരു ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ജിയായാലും മൾട്ടിവുഡിലും ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ശേഷം അവിടുന്ന് നമ്മളത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ എന്റെ നേരെ ബാക്കിലായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. കൂടാതെ ഇവിടെ ആയിട്ട് നമ്മുടെ ഹോളിലെ കോമൺ ബാത്റൂം വരുന്നുണ്ട്. 150-185 ആണ് കേട്ടോ ഈ ബാത്റൂമിന്റെ സൈസ് വന്നിട്ട്. ഈ ബാത്റൂം വന്നിട്ടും ആ ഒരു ടൈലിന്റെ കളർ കോമ്പിനേഷൻ ഒക്കെ വന്നിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല വൃത്തിക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതേ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഏകദേശം 300-360 സൈസിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മനോഹരമായ ബെഡ്റൂം വന്നിട്ടും. ഒരു ഓഫ് വൈറ്റ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ നല്ല ക്യൂട്ട് ആയിട്ട് ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. ഇവിടെ നടുക്കായിട്ട് നമ്മുടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ആ ഹെഡ് കോട്ടിന്റെ ഭാഗം ആ വോളിൽ ഫിക്സ്ഡ് ആണ് കേട്ടോ. ആ ഒരു ഭാഗമൊക്കെ ആ ഒരു കളർ തീം വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കൂടാതെ അവിടുന്ന് വിൻഡോ വരുന്നുണ്ട്. വിൻഡോയിലായിട്ടും റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ആ ഒരു ഷോവാള് വന്നിട്ട് ഓഫ് വൈറ്റ് കളറിൽ ടെക്സ്റ്റർ പെയിന്റ് കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ട് ഒരു കിഡിലൻ വോൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോട്ടിനോട് ചേർന്ന് സൈഡിലായിട്ട് ഒരു കുഞ്ഞു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ഇവിടെ നല്ല എസ്തെറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാകെ ഇങ്ങനെ ഷെൽഫ് കൊടുത്തിട്ട് ബോറാക്കാതെ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷെൽഫ് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും ഫുൾ മിറർ കൊടുക്കുന്നതിന് പകരം ഇതുപോലെ റൗണ്ട് മിറർ കൊടുത്തിട്ട് ഒരൊറ്റ ഡ്രോയറും വന്നിട്ടുണ്ട്. അതും നല്ല ഭംഗിയായിട്ടില്ലേ. ഇനിയിപ്പോ നമ്മുടെ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് വന്നിട്ടും സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ഡോർ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി ഇവിടെ സീലിംഗിൽ നോക്കുകയാണെങ്കിലും പൊതുവെ കാണുന്നതിലും ഒരു വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സിലിണ്ടർ ലൈറ്റ്സ് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചണിന്റെ ഡോർ വന്നിട്ട് വുഡിൽ ഇതുപോലെ ഒരു ഗ്ലാസിന്റെ ഡിസൈൻ ഒക്കെ വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ഡോർ തന്നെയാണ്. 528-264 സൈസിലാണ് കേട്ടോ നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. അങ്ങനത്തെ നമ്മൾ നമ്മുടെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫൈനലി നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ നമ്മുടെ കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫോണിലൊക്കെ ആയിട്ട് വൈറ്റ് കളറിൽ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ മാർബിളിനാണ് താഴെ വന്നിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മുടെ കബോർഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ മൾട്ടിവുഡിൽ വൈറ്റ് ഒട്ടിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റ് ആൻഡ് വുഡ് തീമിൽ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ നമ്മുടെ കിച്ചണിന്റെ ഡിസൈനിങ്. ഡോർ തുറന്ന് കയറി വരുമ്പോഴേ ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അവിടുന്ന് നമ്മളിതാ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു റാക്ക് ചെയ്തിട്ടുണ്ട്. റാക്കിന്റെ ബേസിലായിട്ട് നോക്കുകയാണെങ്കിൽ നാനോ വെയിറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അവിടെ നല്ല അടിപൊളിയായിട്ട് ഓരോ ഭാഗവും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ റാക്കിന്റെ താഴെയായിട്ട് ക്യാബിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും സ്റ്റോറേജ് സ്പേസ് തന്നെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയില്ലേ ആ ഒരു കളർ തീമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇതുപോലെ ഡിസൈൻ വരുന്ന ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ വെന്റിലേഷനൊക്കെ വേണ്ടിയിട്ട് കുഞ്ഞു വിൻഡോസ് ആണ് വരുന്നത്. നമ്മുടെ ഈ കിച്ചണില്ലേ അങ്ങനെ ഭയങ്കര വലിയ കിച്ചണൊന്നല്ല കേട്ടോ. പക്ഷെ സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് ഈ നോക്കി ഈ ഒരു മുകളിൽ കൊടുത്ത അപ്പർ ക്യാബിൻസ് ഒക്കെ കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവും. നമ്മുടെ ഈ ക്യാബിൻസ് ഒക്കെ വൈറ്റ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇടക്കായിട്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിലൊക്കെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. കൂടാതെ ഇവിടെ ആയിട്ട് ഇതുപോലെ ഗ്ലാസ്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഇതുപോലെ യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡോർ
വന്നിട്ട് ഇതുപോലെ ലിഫ്റ്റ് ഓവർ ആണ് കേട്ടാ. ഇനിയിപ്പോ നമ്മുടെ ഈ റാക്കിനോട് ചേർന്നിട്ട് ഇവിടെ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഇവിടെ വന്ന് നോക്കി, അതിന്റെ ഈ ഒരു ഭാഗത്തായിട്ടും ഇതുപോലെ സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട്. വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ സിങ്കിന്റെ ആ ഒരു സ്പേസ് വന്നിട്ടുള്ളത്. അവിടെ നല്ല വൃത്തിക്ക് പുറത്തേക്ക് വെള്ളം എടുക്കാത്ത രീതിക്കുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ മുകളിലായിട്ട് പാത്രം വെക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമുക്ക് അങ്ങനെ പുറത്തേക്ക് കാണാത്ത രീതിക്കാണ് കേട്ടോ സ്റ്റോറേജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ സീലിംഗിലായിട്ട് ഇതുപോലെ ലൈറ്റും കൂടാതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും ആണ് കേട്ടോ വരുന്നത്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ മുകളിലത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയല്ലേ. അതിനായിട്ട് ആദ്യം സ്റ്റെയർ നോക്കുകയാണെങ്കിൽ സ്റ്റെയറിന്റെ ഹാൻഡ് റെയിൽ വന്നിട്ട് GI-ലാണ് കേട്ടോ ഇത് വന്നിട്ട്. കൂടാതെ ഈ ടോപ്പിലായിട്ട് വരുന്നത് ഈ വുഡ് വന്നിട്ട് പനയനാണ്. കൂടാതെ നമ്മുടെ സ്റ്റെയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ സ്റ്റെയറിന്റെ സ്റ്റെപ്പ് വന്നിട്ടും പനയിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഹോളിനല്ലേ ഒട്ടും ഭംഗിക്കുറവ് വരുത്താത്ത തരത്തിലാണ് കേട്ടോ സ്റ്റെയറിന്റെ ആ ഒരു സെറ്റിംഗ്സ് വന്നിട്ട്. നമ്മൾ കയറി വരുമ്പോഴേ ഇവിടെ ഈ ഒരു ലാൻഡിങ്ങിലൊക്കെ ആയിട്ട് ഹെൽത്തി പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വോളിൽ വെന്റിലേഷന് വേണ്ടിയിട്ട് ഇതുപോലെ വലിയ സിംഗിൾ വിൻഡോസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് തന്നെ ഇതുപോലെ വോൾ ലൈറ്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സ്റ്റെയർ ഏരിയയിൽ സീലിംഗ് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സ്ലോ പ്രൂഫ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അവിടെ റൂഫ് പാനലൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് കേട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഈ ഒരു ഭാഗത്തുള്ള വോളിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ആ ഒരു സിമന്റ് ടെക്സ്ചർ ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 423 530 സൈസിലാണ് കേട്ടോ നമ്മുടെ അപ്പർ ഹോള് വരുന്നത്. മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു ഹോളൊന്നും പറയാനില്ല കേട്ടോ, ജസ്റ്റ് ഒരു പാസേജ് ആണ് വരുന്നത്. പക്ഷെ അതും നല്ലോണം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് സ്പേസ് ഒക്കെ. ഇവിടെ ഫ്ലോറിലൊക്കെ ആയിട്ട് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു അയൺ ടേബിൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഫോൾഡബിൾ ആയിട്ടുള്ള ടേബിളാണ് കേട്ടോ. ഇവിടെ ഈ ടേബിളിൽ ഇതുപോലെ ഒരു സ്പേസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ക്ലോത്ത് ഇങ്ങോട്ട് ഇങ്ങനെ ഇട്ടിട്ടൊക്കെ അയൺ ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. ഇനിയിപ്പോ അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല കുഷ്യനൊക്കെ വരുന്ന സീറ്റാണ്. കൂടാതെ ഇനിയിപ്പോ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ ഒരു സ്റ്റഡി ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു പാസേജിന്റെ ഭാഗത്ത് ഒരു പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഈ ഒരു കുഞ്ഞു ഹോളിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് സിലിണ്ടർ ലൈറ്റ്സും നടുക്കായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. നമുക്കത് നോക്കുകയും താഴെ കണ്ട പോലെ തന്നെ 300 360 സൈസിൽ തന്നെയാണ് കേട്ടോ ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ മൂന്നാമത്തെ ബെഡ്റൂമും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഈ ഒരു പാസേജിലായിട്ട് നോക്കുകയാണെങ്കിൽ വുഡൻ ടൈപ്പ് ടൈല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ഹെഡ് കോട്ടിന്റെ ഭാഗത്ത് അവിടെ വോളിൽ ഫിക്സ്ഡ് ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ വരുന്നത്. ആ വോളിൽ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ആ വോളിന്റെ ഒരു പ്രത്യേകത ഇല്ലേ, ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ ആണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു ഗോൾഡൻ ഫിനിഷ് ഒക്കെ തോന്നുന്നുണ്ട്. വോൾ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു വശത്തായിട്ട് പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് തന്നെ കോട്ടിനോട് ചേർന്ന് ഒരു സൈഡ് ടേബിളും വരുന്നുണ്ട്. ഇനി നമ്മുടെ കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് ആ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ഡോർ ആണ് വരുന്നത്. ഇവിടെ എല്ലാം മൾട്ടി വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ റൂമിലായിട്ട് അത്യാവശ്യം ഒരു ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ടാണ് FRP ഡോർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 150 180 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം വരുന്നത്. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ടൈല് കൊടുത്തിട്ടുള്ളത്. ഷോവാളിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഇതുപോലെ ഡിസൈൻ വരുന്ന ടൈലാണ്. കൂടാതെ വാഷ് ഏരിയന്റെ യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ നാലാമത്തെ ബെഡ്റൂം ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അവിടുത്തെ നമ്മൾ പോകുമ്പോൾ ഈ ഒരു കോർണറിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ 4 ബെഡ്റൂമും സെയിം സൈസിൽ വന്നിട്ട് ഡിഫറെന്റ് ഡിസൈനിലാണ് കേട്ടോ വരുന്നത്. വളരെ ഭംഗിയിലാണ് കേട്ടോ നമ്മുടെ ഈ നാലാമത്തെ ബെഡ്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നിന്നായിട്ട് തന്നെ നോക്കിയ ഒരു ബാൽക്കണി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കോട്ടിന്റെ ആ ഒരു ഹെഡ് കോട്ടിന്റെ ഭാഗത്ത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ സൈഡിലായിട്ട് തന്നെ ഒരു സ്റ്റോറേജിനുള്ള ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വിൻഡോയിലൊക്കെ ആയിട്ട് റോമൻ ബ്ലൈൻഡ്സ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇനിയിപ്പോ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
കൂടാതെ ഈ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ നല്ല സൗകര്യത്തിൽ ചെയ്തൊരു ബാത്റൂമാണ് കേട്ടാ. ഇവിടെ നമ്മുടെ ഫ്ലോറിൽ ഇതേ പാസേജിന്റെ ഭാഗത്തായിട്ട് വുഡൻ ടൈപ്പ് ടൈല് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതാ ഈ റൂമിൽ സീലിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗം സ്ലോ പ്രൂഫ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അവിടെയും ഇതുപോലെ ഇതേ നല്ല ഭംഗിയിൽ തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ റൂമിലായിട്ട് ബാൽക്കണി വരുന്നുണ്ട്, ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. അവിടെ ഇതാ ഇതുപോലെ ഫുൾ കർട്ടൻ വരുന്നുണ്ട്. ഒരു ഓഫ് വൈറ്റ് ആൻഡ് വൈറ്റ് കളറിൽ ഷെയർ കർട്ടനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതേ അങ്ങോട്ട് പോയില്ലേ. ഈ ഒരു ബാൽക്കണിയിലേക്കുള്ള ഒരു ഡോർ വന്നിട്ട് UPVC സ്ലൈഡിംഗ് ഡോറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ ദേ ഇവിടെ ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 300-200 സൈസിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഫ്ലോറിലായിട്ട് ഇതേ ക്ലാർ ടൈല് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഇതാ ഇതുപോലെ റെയിലിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇതേ ഒത്തിരി പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് വേറൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് സൊറ പറഞ്ഞ് കൂടിയിരിക്കാനൊക്കെ പറ്റിയ രീതിക്ക് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ബാൽക്കണിയിലില്ലേ ഒരു കിടിലൻ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിങ് ഏരിയ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ബാൽക്കണിയിൽ രാത്രിയിലെ ആ ഒരു മനോഹാരിത കൂട്ടാൻ വേണ്ടിയിട്ട് 2 റാന്തല് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അത് നല്ല വൈബായിരിക്കും അല്ലേ. ഇവിടെ നമ്മുടെ ബാൽക്കണിയുടെ റൂഫിലായിട്ട് നോക്കുകയാണെങ്കിൽ PVCന്റെ സോഫിറ്റ് പാനലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ വീടിന്റെ വിശേഷങ്ങള്. ഈ മനോഹരമായ വീട് എങ്ങനെയാ, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഒപ്പം നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനൊന്നും മറക്കല്ലോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.